ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 5 ആണ്. എന്താണ് ആ ചാപ്റ്ററിൻ്റെ പേര്? റൂറൽ വൈബ്സ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും കൃഷിനെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇതിനകത്തുള്ളത്. ദി ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. എന്താണ് കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ ആദ്യ രൂപം എന്തായിരുന്നു? അഗ്രികൾച്ചറാണ്, കൃഷിയാണ് അല്ലേ. അതും പറഞ്ഞാണ് പാഠം, അങ്ങനത്തെ ഒരു കോട്ട് പറഞ്ഞാണ് ചാപ്റ്റർ നമ്മുടെ യൂണിറ്റ് തുടങ്ങുന്നത്. നെക്സ്റ്റ് പേജിൽ ഇപ്പോൾ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു ഹൗസ് ഉണ്ട്, പിന്നെ എന്താണ് ഒരു കോക്കനട്ട് ട്രീ, പിന്നെ ഉള്ള എല്ലാം മണ്ണ്, എന്താ ഗ്രീനറി ഒന്നും അല്ലല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? ഇതേപോലത്തെ ലാൻഡ്സ് നിങ്ങളുടെ നിയർ ഹൗസിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? ഇങ്ങനത്തെ പ്ലേസസൊക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം? നമുക്ക് കൃഷി നടത്താം അല്ലേ ഇവിടെ. ഹൗ ക്യാൻ വി കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്തൊക്കെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന്, അതാണ് ഈ പേജിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. യൂണിറ്റ് 5 ഫസ്റ്റ് ചാപ്റ്ററാണ് സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്നത്. സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തും മണ്ണും അല്ലേ. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ പാറു ഹൂ ലവ്ഡ് ദ പാഡി ഫീൽഡ്. അപ്പോൾ ഇത് ആരുടെ കഥയാണ്? ഒരു ഗേളിൻ്റെ പേരെന്താണ്? പാറു എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്താണ് പാഡി ഫീൽഡ്, നെൽപ്പാടങ്ങളിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. Her name was Parvati. Her folks and neighbors called her Paru. എന്താണ് അവളുടെ പേരെന്തായിരുന്നു? പാർവതി എന്നാണ്. അവളുടെ വീട്ടിലും നെയ്ബേഴ്സൊക്കെ, അയൽവക്കക്കാരൊക്കെ എന്താണ് അവളെ വീട്ടിൽ വിളിക്കുന്ന പേരെന്തായിരുന്നു? അവളുടെ പാറു എന്നായിരുന്നു. There were paddy fields all around her house. അവളുടെ വീടിന് ചുറ്റും എന്തായിരുന്നു? നിറയെ പാഡി ഫീൽഡ്സ് ആയിരുന്നു. She loved the fields, the trees and the plants. She always cared for all the living things around her. എന്താണ് അവൾക്ക് പാഡി ഫീൽഡ്, നെൽപ്പാടങ്ങളൊക്കെ ഇഷ്ടമായിരുന്ന ട്രീസും പ്ലാന്റ്സും, അങ്ങനെ പ്രകൃതിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഷീ ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദ ലിവിങ് തിങ്സ് അറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള ലിവിങ് തിങ്സിനെയൊക്കെ അവൾക്ക് എന്താണ് അവൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റെയർ ഡിസീസ് ഇയേഴ്സ് എക്കോ. എന്താണ് പാറുവിൻ്റെ അമ്മ അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു റെയർ ഡിസീസ് ഒരു അസുഖം വന്ന് മരിച്ചു. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. ഷീ ഓഫൻ മെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹെർ മദർ, നേച്ചർ ഈസ് അവർ മദർ. എന്താണ് അപ്പോൾ പാറു അമ്മനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഷീ ഓഫൻ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹെർ മദർ, നേച്ചർ ഈസ് അവർ മദർ. പ്രകൃതിയാണ് നമ്മുടെ അമ്മയെന്നുള്ള പാറുവിൻ്റെ അമ്മയുടെ വാക്കുകൾ അവൾ എപ്പോഴും ഓർക്കുമായിരുന്നു. പാറൂസ് ഫാദർ വുഡ് ഓഫൺ കൺസോൾ ഹെർ, നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. എന്താണ് എപ്പോഴും പാറുവിൻ്റെ അച്ഛൻ അവളെ എന്തും പറഞ്ഞാണ് സമാധാനിപ്പിക്കാറ്? അമ്മ നിന്നെ വിട്ടുപോയിട്ടില്ല, അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഇതും പറഞ്ഞാണ് ആശ്വസിപ്പിക്കാറ്. ഷീ ഈസ് വിത്ത് അസ്. എന്താണ് അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹെർ ചിയർഫുൾ. ഷീ ഫോളോഡ് ഹെർ ലൈക്ക് എ ഷാഡോ. അപ്പോൾ പാറുവിൻ്റെ ഗ്രാൻഡ്മ എന്താണ്? ഇപ്പോൾ പാറുവിനെ അടയ്ക്കുന്ന ഗ്രാൻഡ്മയും ഫാദറും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗ്രാൻഡ്മ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അവളുടെ എന്താണ് ഒരു നിഴൽ പോലെയാണ് നടന്നിരുന്നത്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. ഷീ കാൾഡ് ഹെർ ഏച്ചു അമ്മ. എന്താണ് ഗ്രാൻഡ് മദർ? പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. ആ ഗ്രാൻഡ് മദറിനെ പാറു നല്ല ഇഷ്ടമായിരുന്നു. ഷീ കാൾഡ് ഹെർ ഏച്ചു അമ്മ. എന്താണ് അവൾ ഗ്രാൻഡ് മദറിനെ വിളിച്ചിരുന്നത് ഏച്ചു അമ്മ എന്നായിരുന്നു. വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെൻറ്റ് ഓൺ എ ജേർണി ഫാർ എവേ. ടുഡേ ഐ ഷാൽ ഗോ വിത്ത് ഗ്രാൻഡ്മ ടു ദ ഫീൽഡ്സ്, പാറു സെഡ് ടു ഹെർസെൽഫ്. എന്താണ് ഒരു ദിവസം, ഒരു ബ്രൈറ്റ് ഡേ, നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ദിവസം പാറൂസ് ഫാദർ എവിടെ പോയി? ദൂരേക്കൊരു യാത്ര പോയി. ടുഡേ ഐ ഷാൽ ഗോ വിത്ത് ഗ്രാൻഡ്മ ടു ദ ഫീൽഡ്സ്. അവളെന്താണ് സ്വയം പറഞ്ഞു, ഞാൻ ഇന്ന് അമ്മൂമ്മയുടെ കൂടെ എവിടെ പോകും? ഫീൽഡ്സിൽ പോകും, പാടത്ത് പോവും. ഷീ അപ്രോച്ച്ഡ് ഹെർ ഗ്രാൻഡ്മ. ഏച്ചുമ്മ വാസ് സിറ്റിംഗ് ഓൺ ദ വെരാന്ത. വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ്സ് ടുഡേ?
പാറു ആസ്ക്ഡ്. എന്നിട്ട് എന്താണ്, അവൾ അച്ചാമ്മയുടെ അടുത്തോട്ട് മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് അപ്പം ആ മുത്തശ്ശി എവിടെ ഇരിക്കുകയായിരുന്നു? ഏച്ചുവമ്മ സിറ്റിംഗ് കൊണ്ട് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാറു ചോദിച്ചു, വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ് സ്റ്റുഡൻറ്റ്, നമുക്ക് എന്തുകൊണ്ട് ഇന്ന് പാടത്ത് പോയിക്കൂടാ? ഷുവർ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഏച്ചുവമ്മ എന്ത് പറഞ്ഞു? നമുക്ക് എന്തായാലും പോവാമെന്ന് പറഞ്ഞു. വിത്തൗട്ട് അനദർ വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവേഴ്സ് ദ ഫീൽഡ്സ്. പിന്നെ ഒന്നും പറയാതെ എന്താണ്, അവർ രണ്ടുപേരും കൂടി പാടത്ത് നടന്നു തുടങ്ങി. കണ്ട, അവർ ഏച്ചുവമ്മയും പാറു നടക്കുന്നത് ആണ് ആ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. ദേ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫീൽഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് പാഡി ഫീൽഡ്സ്. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. ദേ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫീൽഡ്. എന്താണ്, അവർ ആ ഫീൽഡിൻ്റെ എഡ്ജിൽ അറ്റത്ത് നിന്നുകൊണ്ട് എന്താണ്, പാഡി ഫീൽഡ്, സ്ട്രെച്ച് ഓഫ് പാഡി ഫീൽഡ് എന്നാണ് ഇങ്ങനെ പരന്ന് കിടക്കണ നെൽപ്പാടത്ത് നോക്കണമായിരുന്നു. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. ചെളി വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അലകൾ, ഓളങ്ങൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു വാം ബ്രീസ്, ഒരു ചെറിയ കാറ്റ് വന്നപ്പോൾ എന്താണ്, ഇങ്ങനെ ആ ചെളിവെള്ളം കെട്ടിക്കിടക്കണം, ഇങ്ങനെ അനങ്ങി. ദ എയർ വാസ് എലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ്. എന്താണ്, വായു ഫുൾ എന്താണ്, ബേർഡ്സിൻ്റെ ഒച്ചകൾ കൊണ്ട്, ബേർഡ്സിൻ്റെ വിളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എ റോ ഓഫ് മെൻ ആൻഡ് വുമൻ വെർ പ്ലാന്റിങ് ദ പാഡി സീഡ്ലിങ്സ്. തൈകൾ, നെല്ലിൻ്റെ തൈകളൊക്കെ എന്താണ്, വുമണും മാനും സ്ത്രീകളും പുരുഷന്മാരൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ദർ വർ ഹമ്മിങ് ആൻഡ് ഓൾഡ് ഫോക്ക് സോങ്. അവരെന്താണ്, ഒരു ഫോക്ക് സോങ് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ്മാ ലെറ്റ്സ് ജോയിൻ ദം. അപ്പോൾ പാറു ചോദിക്കുന്നത്, നമുക്ക് അവരോടൊപ്പം കൂടാം. പാറു ഹെൽഡ് ഗ്രാൻഡ്മാസ് ഹാൻഡ് ലവിങ്ലി ആസ് ദേ വെൻറ്റ് ഡൗൺ ഇൻ ടു ദി ഫീൽഡ്. പാറു എന്താണ്, മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ, അല്ലേ, നല്ല സ്നേഹത്തോടെ കൈ പിടിച്ചുകൊണ്ട് അവർ പാഡി ഫീൽഡിലോട്ട് ഇറങ്ങി. ദേ ജോയിൻ ദ ഫാമേഴ്സ് ഇൻ പ്ലാന്റിങ് ദ സീഡ്ലിങ്സ്. ദ ഫാമേഴ്സ് വെരി ഹാപ്പി ടു സീ ദം. എന്നിട്ട് എന്താണ്, അവർ ആ ഫാമേഴ്സിൻ്റെ കൂടെ തൈകൾ നടാനായിട്ട് കൂടി. അപ്പോൾ എന്താണ്, ആ ഫാമേഴ്സിനൊക്കെ സന്തോഷമായി. ദേ ബിഗാൻ ടു ഡു ദ വർക്ക് വിത്ത് ആഡഡ് എന്തൂസിയാസം. നൗ പാറു ലുക്ക്ഡ് അറ്റ് ഹർ ഗ്രാൻഡ് മദർ. ഷീ നോട്ടീസ്ഡ് ദാറ്റ് ഏച്ചുവമ്മ വാസ് ടയേർഡ്. അവരെന്താണ്, കൂടുതൽ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ തുടങ്ങി. പാറു അപ്പം ഗ്രാൻഡ്മനെ നോക്കിയപ്പോൾ എന്താണ്, ഏച്ചുവമ്മ എന്താണ്, ഭയങ്കര ടയേർഡായി. വെയിലത്ത് നിന്നല്ലേ ചെയ്യണത്, പിന്നെ പ്രായമുള്ളൊരു ഗ്രാൻഡ് മദർ അല്ലേ, അപ്പോൾ ഭയങ്കര ടയേർഡായി. ദ ഗേൾ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ഷുഡ് ഫെച്ച് ആൻ അംബ്രല. വിത്ത് എ സ്മൈൽ ദ ഗ്രാൻഡ് മദർ ഡിക്ലൈൻ ദ ഓഫർ. എന്താണ്, ഒരു അംബ്രല കൊടുത്ത്, ചിരിച്ചുകൊണ്ട് ഒരു അംബ്രല കൊടുത്തപ്പോൾ എന്താണ്, ആ ഓഫർ ഗ്രാൻഡ്മ ഡിക്ലൈൻ ചെയ്തു, നിരസിച്ച്. പാറു ഹെൽഡ് ഹെർ ഗ്രാൻഡ്മാസ് ഫ്രെയിൽ ഹാൻഡ് ടൈറ്റ് ആസ് ദേ വോക്ക്ഡ് ത്രൂ ദ ഫീൽഡ്. പാറു എന്ത് ചെയ്ത്, ആ മുത്തശ്ശിയുടെ ഗ്രാൻഡ്മാസ് ഫ്രെയിൽ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് പ്രായമായ അമ്മൂമ്മയാണല്ലോ, അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് ദുർബലമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഗ്രാൻഡ്മയുടെ ദുർബലമായ കൈയൊക്കെ നല്ല മുറുക്കെ പിടിച്ചുകൊണ്ട് ഫീൽഡിൽ കൂടി നടന്നു. ദ സൺ വാസ് ഗെറ്റിംഗ് ഹോട്ട്. എന്താണ്, സൂര്യനിൽ നിന്ന് നന്നായിട്ട് ചൂട് വരുന്നുണ്ട്. ഏച്ചുവമ്മ നോട്ടീസ്ഡ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് എ കോൾഡ്. അപ്പോൾ ഏച്ചുവമ്മ പാറു വേർക്കണത് ശ്രദ്ധിച്ചു. അപ്പോൾ പറഞ്ഞു, വീട്ടിൽ പോയിക്കോളൂ, നീ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കോൾഡ് പിടിക്കും. യു നോ ഐ ആം യൂസ്ഡ് ടു ദിസ് ഹീറ്റ്, ദ ഗ്രാൻഡ്മ ടോൾഡ് പാറു. നോ ഐ വാണ്ട് ടു ബി വിത്ത് യു. എന്താണ്, പാറുവിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞല്ലോ. ഇവർക്കൊക്കെ എന്താണ്, അതൊരു പരിചയമായി ഈ കൃഷി സ്ഥലത്ത് നിന്ന് വെയിലൊക്കെ കൊണ്ട്. അപ്പോൾ പാറുവിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പാറു സമ്മതിച്ചില്ല. നോ ഐ വാണ്ട് ടു ബി വിത്ത് യു, എനിക്ക് നിങ്ങളുടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ഓ വാട്ട് എ നോട്ടി ഗേൾ, യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്, ഗ്രാൻഡ്മ വിസ്പേർഡ് ലവിങ്ലി. ദേ കണ്ടിന്യൂ ടു വോക്ക്. അപ്പോൾ എന്താണ്, എന്തൊരു കുസൃതി കുട്ടിയാണ് എന്നും പറഞ്ഞ്, നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ കുസൃതി കുട്ടിയാണെന്നും പറഞ്ഞ് ഗ്രാൻഡ്മ പറഞ്ഞു. ദേ കണ്ടിന്യൂ ടു വോക്ക്. അവരെന്താണ്, നടക്കാൻ തുടങ്ങി. സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ, ഏച്ചുവമ്മ ടോക്ക്ഡ് അബൌട്ട് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്.
എന്താണ് ആ ചൂട് ഉള്ള വെയിലത്ത് നിന്നുകൊണ്ട് ഏച്ചുമ്മ എന്ത് ചെയ്ത് ഫാമേഴ്സിനെ കുറിച്ചും അവരുടെ കൃഷി എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള മെത്തേഡിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാമേഴ്സ് ആർ ടു അസ്? ദെയർ ഹേർട്സ് ആർ ഫിൽഡ് വിത്ത് ലവ് സെഡ് ഏച്ചുമ്മ. നിനക്കറിയാമോ നമ്മുടെ ഈ ഫാമേഴ്സൊക്കെ നമ്മൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന്? അവരുടെ ഹൃദയമൊക്കെ എന്താണ് ഫിൽഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. യു നോ ഫോളൻ ഫ്ലവേഴ്സ് ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് ഡീക്കേ ഇൻ ദി സോയിൽ. ഇറ്റ് ഈസ് ഗുഡ് മാന്യൂർ ഫോർ പ്ലാന്റ്സ് ഷീ ആഡഡ്. അതെന്താണ്, കൊഴിഞ്ഞു വീഴുന്ന പൂക്കളും ഇലകളും പിന്നെ ഈ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ഇല്ലേ, പ്രാണികളൊക്കെ എന്ത് ചെയ്ത് മണ്ണിൽ അഴിഞ്ഞ് ചേർന്നത് എന്താണെന്നല്ല പ്ലാന്റ്സിനൊക്കെ നല്ല വളമാണെന്ന് പറഞ്ഞു. ഷീ ബിക്കേം സൈലൻറ്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. കുറച്ച് നേരം അവൾ സൈലൻ്റായിട്ട് പിന്നെ തുടങ്ങി. ദ പാഡി ഫീൽഡ്സ് ആർ ഗ്രാജുവലി ഡിസപ്പിയറിങ് ദീസ് ഡേയ്സ്, ഷീ സെഡ് വിത്ത് എ സൈ. ഷീ ടുക്ക് എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസർ ടു ഹിസ് ചെസ്റ്റ്. ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലഡിയസ് ഫോക്ക് സോങ്. പാഡി ഫീൽഡൊക്കെ എന്താണ്, ഇപ്പം നെൽപ്പാടങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുക അല്ലേ, അപ്രത്യക്ഷമോ എന്നാൽ ഒട്ടുമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷീ സെഡ് വിത്ത് എ സൈ. അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് പാഡി ഫീൽഡ്സിൻ്റെ തൈയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, പാട്ട് പാടാൻ തുടങ്ങി. ദ സ്വീറ്റ് മെലഡി എക്കോഡ് ഇൻ ദ ഫീൽഡ്. പാറു വാസ് വെരി മച്ച് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സോങ്. എന്താണ് ആ മധുരമായ പാട്ടെന്താണ് ഫീൽഡിലൊക്കെ എക്കോ ആയല്ലേ, പാറു അതിൽ നന്നായിട്ട് മുഴുങ്ങിയിരുന്നു. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹെർ ഫാദർ. ഷീ ലുക്ക്ഡ് ബാക്ക് ടുവേഴ്സ് ഹെർ ഹോം വാണ്ടറിങ് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. എന്താണ്, അപ്പോൾ പെട്ടെന്നാണ് അവൾ അവളുടെ അച്ഛനെക്കുറിച്ച് ഓർത്തത്. തിരിഞ്ഞ് അവളുടെ വീട്ടിലോട്ട് നോക്കിയപ്പോൾ എന്താണ്, അവൾ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. അവളുടെ അച്ഛൻ എന്താണത് തിരിച്ചു വന്നിരിക്കുന്നു. ഷീ ന്യൂ വെരി വെൽ ദാറ്റ് ഹീ വുഡിൻറ്റ് അലോ ഹിസ് ഓൾഡ് മദർ ടു സ്റ്റാൻഡ് ഫോർ സോ ലോങ് ഇൻ ദി സൺ. എന്താണ്, അപ്പോൾ അവൾക്കറിയാം അല്ലേ അവളുടെ ഗ്രാൻഡ് മദർ, അതായത് അവളുടെ അച്ഛൻ്റെ മദർ ഓൾഡ് ആണല്ലോ. അപ്പോൾ ഓൾഡ് മദറിന് കുറേ നേരം ആ വെയിലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല, ഒരിക്കലും എന്താണ് അലോ ചെയ്യാറില്ല. അതവൾക്ക് അറിയാമായിരുന്നു. ഏച്ചുമ്മ വാസ് 68 ബട്ട് ഹെർ സ്പിരിറ്റ്സ് റിമെയിൻഡ് സ്ട്രോങ്. എന്താണ്, ഏച്ചുമ്മയ്ക്ക് എത്ര വയസ്സായി? 68 വയസ്സായി അല്ലേ. പക്ഷേ എന്താണ്, ഏച്ചുമ്മയുടെ സ്പിരിറ്റ് എന്താണ്, നല്ല സ്ട്രോങ് ആയിട്ട്, നല്ല 68 വയസ്സായെന്നുള്ളൊരു ഇതില്ലാതെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടാണ് ഏച്ചുമ്മ എപ്പോഴും നിൽക്കാറ്. ഏച്ചുമ്മ വാസ് എഗെയിൻ ബിസി വിത്ത് ദ വർക്ക്. ഏച്ചുമ്മ വീണ്ടും എന്താണ് ആ വർക്കിൽ ബിസിയായി. Soon she felt a gentle touch on her shoulder. It was Paru's father. He gently held her hand and said. എന്താണ്, പെട്ടെന്ന് അവൾക്കൊരു ഒരു പയ്യുള്ളൊരു സ്പർശം കിട്ടി ഷോൾഡറിൽ. അതാരായിരുന്നു, പാറുവിൻ്റെ ഫാദറായിരുന്നു. He gently held her hand and said. അവൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ, it is getting very hot. If you stay out in the hot sun, you will be totally exhausted. Let's go home. അപ്പോൾ എന്താണ്, അച്ഛൻ എന്താണ് അമ്മനോട് പറയണത്, ഇപ്പം നന്നായിട്ട് ചൂടായി. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ, ഇതേപോലെ ഇങ്ങനെ നിൽക്കരുത്, നിങ്ങൾ ഫുള്ള് തളർന്നു പോകും, നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. But ഏച്ചുമ്മ looked at him with a tender smile and replied, the farm is my home, dear. I am quite fine here. എന്താണ്, ഈ കൃഷിയിടമാണ് എൻ്റെ വീട്, ഞാനിവിടെ എന്താണ് സുഖം, നന്നായിട്ടിരിക്കും, ഞാനിവിടെ എന്താണ് ഓക്കെ ആണെന്ന് അച്ഛനോട് പറഞ്ഞു. The day's experience moved Paru deeply. She had learned many things. She understood the new ways of farming. She became aware of the importance of farmers. അപ്പോൾ എന്താണ്, ആ ദിവസം ഫുള്ള് അവൾ പാഡി ഫീൽഡിലായിരുന്നല്ലോ, അപ്പോൾ അവൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലായി. ഷീ ഹാഡ് ലേൺഡ് മെനി തിങ്സ്. അവൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പുതിയ മെത്തേഡ്സൊക്കെ മനസ്സിലായി. ഷീ ബിക്കെയിം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ്. കൃഷിക്കാരുടെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലായി. ഷീ ഫെൽറ്റ് ദ വാംത്ത് ഓഫ് മദർ എർത്ത് ബെനീത്ത് ഹെർ ഫീറ്റ്. അവളുടെ കാൽപാദങ്ങളിൽ എന്താണ് അവൾക്ക് ഭൂമിയുടെ എർത്തിൻ്റെ ലവ് മനസ്സിലായി. ഫോർ എ മൊമെൻറ്റ് ഷീ തോട്ട് ഓഫ് ഹെർ മദർ.
അവൾ എന്താണ് ഒരു നിമിഷത്തേക്ക് അവളുടെ അമ്മനെക്കുറിച്ച് ഓർത്തു. ഷീ ഫെൽറ്റ് ഹെർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹെർ. അവളുടെ അടുത്ത് എന്താണ് അവളുടെ അമ്മയുടെ പ്രസൻസ് മനസ്സിലായി. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാപ്പ്. അവൾ എന്താണ് ആ ഗ്രൗണ്ടിൽ കിടന്നു, ഒരമ്മയുടെ മടിത്തട്ടിൽ കുട്ടി കിടക്കുന്ന പോലെ അവളിങ്ങനെ കിടന്നു. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അഡാപ്റ്റഡ് ഫ്രം ദ നോവൽ നഷ്ടസ്മൃതിയുടെ കാലം. അപ്പോൾ ഇതൊരു നോവലാണ്, അതിൽ നിന്ന് കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 1. ലുക്ക് അറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച് ആൻഡ് കോൾഡ് ഹെർ ഏച്ചുഅമ്മ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്? അണ്ടർലൈൻഡ് വേർഡിന് ഇവിടെ എന്താണ് ഒരു സ്പെഷ്യാലിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താണ് അണ്ടർലൈൻ ചെയ്തേക്കുന്ന വാക്ക്? ഗ്രാൻഡ് മദർ. ലെറ്റ് സി. ഗ്രാൻഡ് മദർ. ചൂസ് ടു അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് ടു ഗെറ്റ് സിംഗിൾ മീനിങ് വേർഡ്സ്. ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഇപ്പോൾ ഗ്രാൻഡ് മദർ പോലെ ഇപ്പോൾ ഇവിടെ ഒരു നമുക്ക് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ. അതേപോലെ വരുന്ന വേർഡ്സ് ഈ പിക്ചറിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ സൺഫ്ലവറിനും ഗ്രാൻഡ് മദറിനൊക്കെ എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്? ഗ്രാൻഡ് മദർ അതുപോലെ സൺഫ്ലവർ എന്നാണല്ലേ വന്നേക്കുന്നത്. രണ്ട് വേർഡ്സ് കൂടിച്ചേർന്ന് ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു അർത്ഥം വരുന്ന വേർഡായിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അതേപോലെ ഇതിലേതായിരിക്കും? സ്റ്റാർ ഫിഷും വന്നിട്ടുണ്ട്. സ്റ്റാർ ഫിഷും പിന്നെ ഒന്ന് ഹാൻഡ് ബാഗും. അത് രണ്ടും എന്താണ് ഒരു 2 വേർഡ്സ് ചേർന്ന് ഒരർത്ഥമുള്ളത് അല്ലേ? സിംഗിൾ മീനിങ് ഉള്ള വേർഡ്സാണ്. ആക്ടിവിറ്റി 2. Complete the questions using the words given in the brackets. Write the answers after reading the text. Who, why, what. എന്താണ് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, താഴെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വേർഡ്സ് വെച്ച് എന്താണ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേർ ഡിഡ് പാറു ലീവ്? പാറു ലീവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. എവിടെയാണ് പാറു താമസിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. അപ്പോൾ എന്താണ് പാറുവിൻ്റെ റിയൽ നെയിം എന്നാണ്. അപ്പോൾ എന്താണ് വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? പാറൂസ് റിയൽ നെയിം വാസ് പാർവതി. ഇനി തേർഡ്, ഹൂ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം? ആരാണ് പാറുവിന് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ അഡ്വൈസ് ചെയ്തത്? ഹൂ അഡ്വൈസ്ഡ്. അപ്പോൾ അവിടെ എന്തുവരും? ഹൂ. Grandma advised Paru to return home. Did Paru look back towards her home? അവിടെ എന്ത് വരും? Why did Paru look back towards her home? എന്തുകൊണ്ടാണ് പാറു വീട്ടിലോട്ട് നോക്കിയത്? ബാക്ക് ടുവേഴ്സ് ഹെർ ഹോം. അച്ഛൻ വന്നിട്ടാണ് നോക്കിയതാണല്ലേ. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? Why did Paru look back towards her home? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? പാറു ലുക്ക് ടുവേഴ്സ് ഹെർ ഹോം ഫോർ സെർച്ചിങ് ഹെർ ഫാദർ. ആക്ടിവിറ്റി 3. റീഡ് ദ ഫോളോവിങ് പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് 2 കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗീവൺ ഇൻ ദി ബ്രാക്കറ്റ്സ്. 2 എക്സാമ്പിൾസ് ആർ ഡൺ ഫോർ യു. അപ്പോൾ എന്താണ് താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ കുറച്ച് വേർഡ്സ് മിസ്സിംഗ് ആണ്, അത് നമ്മൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജിമ്മി ആൻഡ് പിങ്കി were good friends. One day they were playing under a big mango tree. They heard a squeaking sound from somewhere. Jimmy looked. അപ്പോൾ ബ്രാക്കറ്റിൽ ലുക്ക് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എക്സാമ്പിൾ. 2 എക്സാമ്പിൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് കേട്ടോ. ലുക്കിന് ലുക്ക്ഡ് അപ്പ്. He saw a squirrel greedily eating a ripe mango. Oh, ripe mangoes! Jimmy called out loudly. Pinky requested. അതിൻ്റെ ബ്രാക്കറ്റിൽ എന്താണ്? റിക്വസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലുക്കിനും റിക്വസ്റ്റഡും ആണ് നമുക്ക് 2 എക്സാമ്പിൾസ് തന്നിരുന്നത്. Pinky requested Jimmy to get the ripe mangoes. Jimmy picked up some sharp stones from the ground and started throwing them up at the mangoes. A big ripe mango fell on the ground
Pinky and Jimmy ran fast to pick the mango. While running, Pinky pushed Jimmy and snatched the mango. Poor Jimmy, he didn't get the mango. On seeing Jimmy's sad face, Pinky shared the mango with him. Activity 4. World Farmers Day, May 14 has arrived. Paru's thought, I must surprise my grandma. A greeting card. Let's help Paru make the greeting card. അപ്പോൾ എന്താണ് പാറുവിന് മുത്തശ്ശിക്ക് വേണ്ടി ഏച്ചുമ്മക്ക് വേണ്ടി എന്താണ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനായിട്ട് നമ്മളോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണ് വേൾഡ് ഫാമേഴ്സ് ഡേക്ക്. അപ്പോൾ എന്താണ് ഫാമേഴ്സ് ഡേക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ഫസ്റ്റ് തന്നെ ഒരു വിഷ് ചെയ്യാം, ഹാപ്പി ഫാമേഴ്സ് ഡേ എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറയാം, താങ്ക് യു ടു ഓൾ അവർ ഫാമേഴ്സ് ഹൂ വർക്ക് ഹാർഡ് ടു ഗ്രോ ദ ഫുഡ് വി ഈറ്റ്. യു ആർ ദ ബാക്ക് ബോൺ ഓഫ് കൺട്രി. അല്ല, എല്ലാവർക്കും ഒരു താങ്ക് യു പറയാം. കാരണം നമുക്ക് വേണ്ടി ഭക്ഷണം ഇതാക്കി തന്നെ എല്ലാവരും. സോ അവർക്ക് വേണ്ടി ഒരു താങ്ക് യു പറയാം. പിന്നെന്താണ്, യു ആർ ദ ബാക്ക് ബോൺ ഓഫ് അവർ കൺട്രി. നിങ്ങളാണ് നമ്മുടെ ബാക്ക് ബോൺ, കൺട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ് നമുക്ക് ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാം. Then the next activity 5. Paru and her grandmother were in their paddy field. You have seen such paddy field, haven't you? Draw a picture of paddy field in your notebook. Write a few sentences about it. അപ്പോൾ എന്താണ്, പാഡി ഫീൽഡിനെ കുറിച്ച് കുറച്ച് ഫ്യൂ സെൻറ്റൻസ് എഴുതാനും പിന്നെ പിക്ചർ വരക്കാനുമാണ് പറഞ്ഞേക്കണം. അപ്പോൾ പിക്ചർ നിങ്ങൾ വരക്കുക, നമുക്ക് സെൻറ്റൻസ് എഴുതി വെക്കാം. പാഡി ഫീൽഡ്സ് ആർ സ്പെഷ്യൽ ഫീൽഡ്സ് വേർ റൈസ് ഈസ് ഗ്രോൺ. ഇതാണ് നെല്ല് വിരിയണ സ്ഥലമാണ് പാഡി ഫീൽഡ് അല്ലേ. ദീസ് ഫീൽഡ്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ which helps the rice plants grow. Farmers take care of the fields and make sure the water level is just right. Paddy fields are very important because they give us rice to eat. ഇതാണ് പാഡി ഫീൽഡ്സിൽ വെള്ളം നിറഞ്ഞു കിടക്കും അല്ലേ. അതെന്തിനാണ്, കറക്റ്റായിട്ട് നെല്ല് വിരിയാൻ വേണ്ടി, നെല്ല് വലുതാവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എന്താണ്, അത് ഫാമേഴ്സ് നോക്കി കറക്റ്റ് ലെവലിൽ എത്തിക്കും. പിന്നെന്താണ്, പാഡി ഫീൽഡ് എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. കാരണം എന്താണ്, അതിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഫ്യൂ സെൻറ്റൻസ്. ഇനി നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. Activity 6. Echumma enjoyed the beauty of the green paddy field. She held the green paddy plants close to her chest and started singing a beautiful folk song. നേരത്തെ നമ്മൾ ചാപ്റ്റർ വായിച്ചപ്പോൾ ഒരു പാട്ട് പാടുന്നത് പറഞ്ഞല്ലേ, ആ നെൽക്കതിരുകൾ യേശുമ്മയുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു ഫോക്ക് സോങ് പാടുന്നത് നമ്മൾ വായിച്ചു. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആഡ് മോർ ലൈൻസ് അതിൽ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഫോക്ക് സോങ് ഒന്ന് വായിച്ചു നോക്കാം. We are farmers on this land. We plough the soil, we till the soil, we sow the seeds, we see them grow. We are happy in this world. We are farmers on this land. അത് കഴിഞ്ഞിട്ട് എന്താണ്, 2 ലൈൻസ് ആഡ് ചെയ്യണം നമുക്ക്. We are happy in the world. We are farmers on this land. അതേപോലെ തന്നെ ഇനി 2 ലൈൻസ് ആഡ് ചെയ്യാനുണ്ട്. We are happy in this world. എന്താണ്, ഞങ്ങൾ ഫാമേഴ്സാണ്, ഈ ലാൻഡിലെ ഈ മണ്ണിലെ ഫാമേഴ്സ് ഞങ്ങളാണ്. ഞങ്ങൾ എന്താണ് സോയിൽ ഉഴുതുമറിക്കും, പിന്നെന്താണ് ഞങ്ങൾ വിത്തുകൾ നടും, അത് വളരണത് നോക്കും. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഞങ്ങൾ ഈ ലോകത്ത് ഹാപ്പിയാണ്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. അടുത്ത എന്ത് വരും, വി നർച്ചർ ക്രോപ്സ് വിത്ത് കെയർ ആൻഡ് മൈറ്റ്. വി വാട്ടർ ദം ഡേ ആൻഡ് നൈറ്റ്. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. എന്താണ്, ഞങ്ങൾ ക്രോപ്സിനെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യും. അതേപോലെ എന്താണ്, രാവിലേക്ക് എന്താണ് വെള്ളം കൊടുക്കും. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. വി വർക്ക് ഹാർഡ് ഫ്രം ഡൗൺ ടു ടിൽ നൈറ്റ് ടു ബ്രിങ് ഫുഡ് ഫോർത്ത് ഫുഡ് എ പ്രഷ്യസ് സൈ. എന്താണ്, ഞങ്ങൾ രാവിലെ തൊട്ട് പ്രഭാതം മുതൽ രാത്രി വരെ ഹാർഡ് വർക്ക് ചെയ്യും. എന്തിനാണ്, ഫുഡ് കൊടുക്കാൻ വേണ്ടി അല്ലേ. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഇത് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റി 7. ഇതിൻ്റെ എന്താണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. പ്രോഗ്രാം നോട്ടീസ്. ദ ഫാമേഴ്സ് ക്ലബ് ഓഫ്
Kanikkathur Grama Panchayat has decided to celebrate Farmers' Day on Chingam 1. Let's read their program notice. ഫാമേഴ്സ് ക്ലബ്ബ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ നോട്ടീസ് കണ്ടോ. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ എന്താണ്, ആരാണ് നടത്തുന്നത്, എന്തിൻ്റെയാണ് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ആ മുകളിൽ ഹെഡിങ് ആയിട്ട് തന്നേക്കണം. ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം ഫസ്റ്റ്. ആസ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ വി വുഡ് ലൈക്ക് ടു ഓണർ മിസ്സിസ് ജാനകി അമ്മ, ദ റെസിപ്പിയൻറ്റ് ഓഫ് കർഷക ശ്രീ അവാർഡ് 2024. എന്താണ്, ഡിയർ ഫ്രണ്ട്സ്, പ്രിയ കൂട്ടുകാരെ, വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ്, നമ്മളെന്താണ് ഫാമേഴ്സ് ഡേ ചിങ്ങം 1 ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ആസ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ, ആ സെലിബ്രേഷൻ്റെ ഭാഗമായി വി വുഡ് ലൈക്ക് ടു ഓണർ മിസ്സിസ് ജാനകി അമ്മ, ദ റെസിപ്പിയൻറ്റ് ഓഫ് കർഷക ശ്രീ അവാർഡ് 2024. അപ്പോൾ എന്താണ്, കർഷക ശ്രീ അവാർഡ് 2024 കിട്ടിയ ജാനകി അമ്മന് എന്താണ് ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് എന്താണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, സ്ഥലം എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്താണ് ഓൾ ആർ ഇൻവൈറ്റഡ്, എന്നിട്ട് സെക്രട്ടറി കണിക്കത്തൂർ August 1, 2024 എന്നൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു പേജ്. ഇനി പ്രോഗ്രാം ലിസ്റ്റിൻ്റെയാണ് വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ടോക്കൺ ഓഫ് ലവ്, ഫെലിസിറ്റേഷൻസ്, വോട്ട് ഓഫ് താങ്ക്സ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ ഒരു ഫോം തന്നേക്കണേണ് നോട്ടീസിൻ്റെ. അതേപോലെ നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. The Farmers Club in your school has decided to celebrate the harvest of vegetables grown in the vegetable garden of the school. Prepare a notice for the program. അപ്പോൾ എന്ത് പ്രോഗ്രാമാണ് സ്കൂളിൽ നടക്കുന്നത്, നമ്മുടെ ഫാമേഴ്സ് ക്ലബ്ബിൽ, സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ്ബ് എന്ത് ചെയ്ത് നമ്മുടെ സ്കൂളിൽ വളരുന്ന വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ദിവസം അത് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോട്ടീസ് ഫോം എന്തൊക്കെയാണ് നേരത്തെ തന്നിരുന്നില്ലേ, ആദ്യം തന്നെ എന്ത് എഴുതണം, നോട്ടീസ് എന്തിനു വേണ്ടിയാണ്, ആരാണ് നടത്തുന്നത്. അപ്പോൾ എന്താണ്, ദ ഫാമേഴ്സ് ക്ലബ്ബ്, ഈ ഫാമേഴ്സ് ക്ലബ്ബ് ഏത് സ്കൂളാണ് അങ്ങനെ എഴുതുക. പിന്നെ എന്താണ്, ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് അല്ലേ, അങ്ങനെ എഴുതുക. സെലിബ്രേറ്റ് ദ ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ബൈ എന്താണ് നോട്ടീസ് എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ കൊടുത്ത് എഴുതുക. അങ്ങനെയാണ് നമ്മുടെ നോട്ടീസ് നേരത്തെ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആ ഫോമിൽ തന്നെ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. ദി ഫാമേഴ്സ് ക്ലബ് PQR സ്കൂൾ, ഏതെങ്കിലും സ്കൂളിൻ്റെ പേര് എഴുതാം കേട്ടോ നിങ്ങൾക്ക്. വെജിറ്റബിൾ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നോട്ടീസ്. ഡിയർ ഫ്രണ്ട്സ്, ദ ഫാമേഴ്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു celebrate the harvest of the vegetables grown in the school garden. We invite all of the students, teachers and the other staff members and parents to this event. ഇതാണ് അതിൻ്റെ മാറ്റർ അല്ലേ. നമ്മുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ്ബ് എന്ത് ചെയ്ത് ഗാർഡനിലെ വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യണത് ഒരു സെലിബ്രേഷൻ ആക്കിയിട്ട് എന്താണ് അതെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ടീച്ചേഴ്സ്, പാരൻസ്, അതർ സ്റ്റാഫ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈവൻറ്റിൽ ഡേറ്റ് എന്താണ് 13, 2025 ജനുവരി, തേഴ്സ്ഡേ, ടൈം 10 AM, വെന്യൂ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ, പ്ലേസും ഡേറ്റും ഇടാം. പിന്നെന്താണ് കൺവീനർ ദ ഫാമേഴ്സ് ക്ലബ്. ഇനി പ്രോഗ്രാം ലിസ്റ്റ്. പ്രോഗ്രാം എന്തൊക്കെയാണ്, പ്രെയർ ഫസ്റ്റ് അല്ലേ, സ്കൂൾ പ്രെയർ ടീം, വെൽക്കം സ്പീച്ച്, സ്കൂൾ ലീഡർ, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഹെഡ് മിസ്ട്രസ്, ഇനാഗുറേഷൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഫെലിസിറ്റേഷൻ എന്താണ് ഫാമേഴ്സ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ്, വോട്ട് ഓഫ് താങ്ക്സ് കൺവീനർ ഫാമേഴ്സ് ക്ലബ്, എന്നിട്ട് എന്താണ് ഓൾ ആർ വെൽക്കം എന്നും പറഞ്ഞ് കൊടുക്കുക. ഇതാണ് ഒരു നോട്ടീസിൻ്റെ എക്സാമ്പിൾ തന്നേക്കണം. നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ളത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് വേഗം വീഡിയോ ഇട്ട് തുടങ്ങാം. കാരണം നമുക്ക് എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.